മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയറക്ഷൻസ് ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു. എങ്ങനെയായിരുന്നു ഡയറക്ഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു വരുന്നത്? ഇങ്ങനെ അല്ലേ, നോർത്ത് വടക്ക്, തെക്ക് എവിടെ, ഈസ്റ്റ് വെസ്റ്റ്, ഇങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡയറക്ഷൻസ് കണ്ടുപിടിക്കാനും അതുപോലെ ഇങ്ങനെ മാപ്പ് തന്നിട്ട് എന്താ ഇന്ത്യയുടെ അതിർത്തി, സംസ്ഥാനം, തലസ്ഥാനം ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കേരളത്തിൻ്റെ ആയിരിക്കാം, ഇന്ത്യയുടേതായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണിത്. അവിടെ ഈ മാപ്പ് തന്നിട്ട് നിങ്ങൾ അതിലെ ആൻസേഴ്സ് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ടു സീ ടു ദ ഈസ്റ്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാ? ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഇതല്ലേ കിഴക്ക് എങ്ങനെയാണ്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലേ. അപ്പോൾ കിഴക്ക് ഭാഗത്തുള്ള കടലാണ് ബേ ഓഫ് ബംഗാൾ. അതിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ദെൻ ടു സീ ടു ദ വെസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്തുള്ള, പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ ഏതാ? അറേബ്യൻ സീ ആണ് കേട്ടോ. ഓക്കെ, ദെൻ ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, ഡൽഹിയാണ് എന്ത് നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ. ഡൽഹിയാണ് അല്ലേ, ഡൽഹി. ഇനി ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം, യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ എവിടെയാണ്? യെസ്, ലഡാക്ക് ആണ്. ഇവിടെ ലഡാക്ക്, ജമ്മുവിൻ്റെ മുമ്പിൽ കേട്ടോ. ലഡാക്കിലാണ് എന്ത് യൂണിയൻ ടെറിട്ടറി കേട്ടോ. കിഴക്ക് അവിടെ വടക്ക് ഭാഗത്തുള്ളത് ഏതാന്ന് വെച്ചാൽ ലഡാക്കാണ്. ദെൻ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു? അരുണാചൽ പ്രദേശ് ഇതാ ഇവിടെയല്ലേ. അപ്പോൾ ഇതെവിടെയാ? യെസ്, ഇതെവിടെയാ? ഈസ്റ്റ് ആണല്ലേ, ഈസ്റ്റ് ഭാഗത്താണ്. ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത്. ഓക്കെ, ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽരാജ്യം ശ്രീലങ്ക അല്ലേ. ശ്രീലങ്കയാണ്. ശ്രീലങ്ക. അടുത്തത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം എവിടെയാ? നോക്കിക്കോ, തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം. യെസ്, എവിടെയാണ് മക്കളെ? യെസ്, നമുക്കറിയാം, പുതുച്ചേരിയാണ് കേട്ടോ. പുതുച്ചേരി. ദെൻ നൈബറിംഗ് കൺട്രീസ് ഓഫ് ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ, നൈബറിംഗ് കൺട്രീസ് ഏതൊക്കെയാണ് വരുന്നത്? ഏതൊക്കെ വരും? ഈ സൈഡിലൊക്കെ ഉണ്ടാവും. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, പിന്നെ ഏതാ? മ്യാൻമാർ. ഇതൊക്കെ എന്താണ്? അയൽ രാജ്യങ്ങളാണ് കേട്ടോ. അവിടെ എന്താണ്? മ്യാൻമാർ എന്നൊക്കെ കേട്ടോ. മ്യാൻമാർ, ചൈന, ഇതൊക്കെ എന്താണ്? അയൽ രാജ്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് മാപ്പ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മാപ്പ് നോക്കിയിട്ട് കറക്റ്റായിട്ട് എന്താണ് മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയ സമയത്ത് ഇനിയും വരുന്നതായിരിക്കും. ബൈ.